നമസ്കാരം. ഏതാനും ദിവസങ്ങളായി വ്ളാഡിമിർ പുടിനെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ രോഗവാർത്ത ലോകമെമ്പാടും ഉത്കണ്ഠ ജനിപ്പിച്ചുകൊണ്ട് പ്രചരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആ രോഗവാർത്തയെക്കുറിച്ചുള്ള വിവരം എന്താണ് വസ്തുത എന്ന് ആർക്കും കൃത്യമായി അറിയാൻ സാധ്യമല്ല. അത് ചില സാഹചര്യങ്ങളെ വെച്ചുകൊണ്ട് മാത്രം ആണ് അദ്ദേഹത്തിന് അസുഖമാണെന്നുള്ള വിലയിരുത്തൽ നടത്തുന്നത്. നമുക്കിവിടെ അദ്ദേഹത്തിൻ്റെ അസുഖത്തേക്കാൾ, രോഗവിവരത്തേക്കാൾ, രോഗമൂർച്ചയേക്കാൾ അതോടൊപ്പം തന്നെ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം പുടിൻ്റെ ആരോഗ്യസ്ഥിതി, അല്ലെങ്കിൽ പുടിന് എന്തെങ്കിലും സംഭവിച്ചാൽ നാളെ റഷ്യയുടെ സ്ഥിതി എന്തായിരിക്കും, ഇന്ത്യയും റഷ്യയുമായിട്ടുള്ള ബന്ധം എന്തായിരിക്കും എന്നെല്ലാം പല തലങ്ങളിൽ ഇത് ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്. പുടിൻ കാണാതായിട്ട് ഫെബ്രുവരി 6 അദ്ദേഹം ലാസ്റ്റ് അറ്റംപ്റ്റ് അവസാനമായി പുടിൻ പബ്ലിക്കിനെ അഡ്രസ്സ് ചെയ്ത് ഫെബ്രുവരി 6, 2026. ഈ 2026 ഫെബ്രുവരി 26 ഫെബ്രുവരി 5 നടത്തിയ ലാസ്റ്റ് പ്രസംഗത്തിന് ശേഷം ഇദ്ദേഹത്തെക്കുറിച്ച് യാതൊരു വിവരവുമില്ല. പിന്നെ പ്രചരിപ്പിക്കുന്നത് മുഴുവൻ സത്യങ്ങളോ അർത്ഥസത്യങ്ങളോ കള്ളങ്ങളോ ആണ്. അപ്പോൾ അതിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന്, സംശയത്തിൻ്റെ കാരണങ്ങളൊന്ന്, ചൈനയിൽ നിന്നും സൈനികരും എ ഗ്രൂപ്പ് രക്തമുള്ള പട്ടാളക്കാരും കൂടുതൽ സൈനികരും റഷ്യയിലേക്ക് പുറപ്പെട്ടിരിക്കുന്നു. ഉത്തര കൊറിയയിൽ നിന്നും പച്ചമരുന്ന് പാരമ്പര്യ പ്രകൃതി ചികിത്സ അറിയാവുന്ന വിദഗ്ധരും അങ്ങോട്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തോ കാര്യമായ തകരാറ് ആർക്ക് സംഭവിച്ചിരിക്കുന്നു? പുടിന് സംഭവിച്ചിരിക്കുന്നു. പക്ഷെ ഇവിടെയും പുടിൻ്റെ ആരോഗ്യത്തെക്കുറിച്ചുള്ള ഊഹാപോഹങ്ങൾ പ്രചരിക്കാനുള്ള പ്രധാന കാരണം മിക്ക സ്വേച്ഛാധിപതികളുടെ രാജ്യങ്ങളിലും കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിലുള്ള ഒരു പ്രത്യേകത, അവരുടെ തലവന്മാർക്ക് എന്തെങ്കിലും, അത് പട്ടാള തലവന്മാരായാലും രാഷ്ട്രത്തലവന്മാരായാലും വിദേശകാര്യ സർവീസ് എന്തെങ്കിലും സംഭവിച്ചാൽ ആ രോഗവിവരം കൃത്യമായി ജനങ്ങളെ അറിയിക്കില്ല. എന്തിന് മരണവിവരം പോലും ആഴ്ചകൾ കഴിഞ്ഞായിരിക്കും ചിലപ്പോൾ പറയാൻ പോകുന്നത്. അതിൻ്റെ കാരണം അവരുടെ അഭാവം കൊണ്ട് രാഷ്ട്രീയ അനിശ്ചിതത്വം അതത് രാജ്യങ്ങളിൽ ഉണ്ടാകരുത് എന്ന് ഇവരാഗ്രഹിക്കുന്നതുകൊണ്ടാണ്. ഇവിടെ റഷ്യൻ സ്റ്റേറ്റ് മീഡിയ ആണ് ലാസ്റ്റ് ഈ മീറ്റിംഗ് ഫെബ്രുവരി 5 നടന്ന മീറ്റിങ്ങിൽ പുറത്തേക്ക് വിടുന്നത്. പിന്നെ യാതൊന്നുമില്ല. പക്ഷേ ഒരു കാര്യം വായിക്കാം. ഇവിടെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ആരോഗ്യവിവരത്തെ, പുടിൻ്റെ ആരോഗ്യവിവരത്തെയും റഷ്യയുടെ കാഴ്ചപ്പാടുകളെയും ഏറ്റവും ശ്രദ്ധാപൂർവം വാച്ച് ചെയ്യുന്ന ഒരു രാജ്യമാണ് ഉക്രൈൻ. സെലൻസ്കി വളരെ കാര്യമായിട്ട് കണ്ണും കാതും എല്ലാം കുറിപ്പിച്ചിരിക്കുകയാണ്. കാരണം ഉക്രൈൻ റഷ്യ സമാധാന ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ ഇപ്പോൾ തീരുമെന്ന് തോന്നും, ചിലപ്പോൾ വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്യും. ഈ സമാധാന ചർച്ചകൾക്ക് ഒരവസാനം ഉണ്ടാകുന്നതിന് മുമ്പ് പുടിൻ ഇല്ലാതായാൽ, പുടിന് എന്തെങ്കിലും സംഭവിച്ചാൽ ഉറപ്പായിട്ടും ഈ ചർച്ചകളെ ബാധിക്കും. വരാനിരിക്കുന്ന ഭരണാധികാരി ആരാണെന്ന് അറിയാൻ പറ്റില്ല. അല്ലെങ്കിൽ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കരുത് എന്ന് ആഗ്രഹിക്കുന്നവർ എന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടാക്കിയിട്ടാണോ ഉക്രൈൻ മരിക്കുന്നതെന്ന്, അല്ലെ പുടിന് അവസ്ഥ ഉണ്ടാകുന്നത്, പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എന്നും അറിയത്തില്ല. ഇവിടെ ശ്രദ്ധിക്കുക, റഷ്യയുടെ പ്രതിപക്ഷ നേതാവ്, പുടിൻ്റെ ഏറ്റവും വലിയ വിമർശകൻ, ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് തവളവിഷം ഉള്ളിൽ ചെന്ന് മരിച്ചിരിക്കുന്നത്. തവളവിഷം മാരകമായ, ലാറ്റിൻ അമേരിക്ക കാണുന്ന ഒരു വിഷം പിടിക്കുന്ന ഒരു തവളയുടെ വിഷമാണ്. ആ വിഷം ഉള്ളിൽ ചെന്നാണ് മരിച്ചത്. എങ്ങനെ വന്നു, എപ്പോൾ പോയി എന്നൊന്നും ആർക്കും അറിയത്തില്ല. ഒരുപക്ഷെ പുടിനും ആ വഴിക്കാണോ യാത്രയായത് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇത്രയും ലോകം മുഴുവൻ ഇത്തരം ഊഹാപോഹങ്ങൾ പ്രചരിപ്പിക്കുന്ന സാമാന്യഗതിയിൽ 1 മണിക്കൂർ നേരത്തേക്കെങ്കിലും അദ്ദേഹത്തിന് ദേശീയ മാധ്യമങ്ങളിലോ ടെലിവിഷനിലോ ഒക്കെ ദൂരദർശൻ പങ്കെടുക്കാൻ സാധിക്കും. തൻ്റെ പ്രസൻസ് അറിയിക്കാൻ പറ്റും. തൻ്റെ ആരോഗ്യത്തെക്കുറിച്ച് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ പറ്റും. പക്ഷേ സെലൻസ്കിയുടെ വാക്യങ്ങൾ, ട്രമർ ഇൻ ഹിസ് ഹാൻഡ്സ്, അദ്ദേഹത്തിൻ്റെ കൈകൾ വിറയ്ക്കുന്നുണ്ട്. ട്വിച്ചിങ് ലെഗ്സ്, അദ്ദേഹത്തിൻ്റെ കാലുകൾ കുഴയുകയാണ്. ആരോഗ്യപൂർവ്വം നടക്കാൻ പറ്റുന്നില്ല. എന്തുകൊണ്ടാണ്? വലിഞ്ഞു മുറുകുന്ന ഞരമ്പുകൾ. സോളൻ ഫേസ്, മുഖമാകെ നീര് കെട്ടിയിരിക്കുന്നു. ഇങ്ങനൊരവസ്ഥയിലാണ് പുടിനെ സെലൻസ്കി വർണ്ണിക്കുന്നത്. കാരണം നോ എക്സ്പ്ലനേഷൻ ഫോർ ഹിസ് അബ്സെൻസ്. ഇയാളും അവിടെ നിന്ന് പുടിൻ അവിടെ നിന്ന് ആ രംഗത്തു നിന്ന് മാറി നിൽക്കുന്നതിനെ പറ്റി
ഒരു എക്സ്പ്ലനേഷൻ, ഒരു തരത്തിലുള്ള വിശദീകരണവും റഷ്യൻ ഗവൺമെൻറ്റിൽ നിന്നും വരുന്നില്ല. പിന്നെ രണ്ടാമത്, ഇദ്ദേഹം മരിച്ചു എന്ന് പറയാൻ കാര്യം, മരിച്ചോ എന്ന് സംശയം പ്രകടിപ്പിക്കുന്ന കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ടത് ബോഡി ഡബിൾ, അല്ലെങ്കിൽ ഇയാളെപ്പോലെ തന്നെ, അല്ലെ പുട്ടിനെപ്പോലെ തന്നെ ഒരു മനുഷ്യനെ അവിടെ സൃഷ്ടിച്ചിട്ട് പുട്ടിൻ മരിച്ചിട്ടില്ല എന്ന് കൃത്രിമ പുട്ടിനെ കാണിക്കുന്ന പരിപാടികൾ പല രാജ്യങ്ങളും ഇപ്പോൾ ഉണ്ട്. ഉത്തരകൊറിയയെപ്പറ്റി കേട്ടിട്ടുണ്ട്, ചൈനയെപ്പറ്റി കേട്ടിട്ടുണ്ട്, പല രാജ്യങ്ങളെക്കുറിച്ചും കേട്ടിട്ടുണ്ട്. മരിച്ചെങ്കിൽ പോലും പകരം മറ്റൊരാളെ കാണിച്ച് തൽക്കാലത്തേക്ക് മരിച്ചില്ല എന്ന് നാട്ടുകാരെ ബോധ്യപ്പെടുത്തും. അല്ലെങ്കിൽ ചിലപ്പോൾ നാട്ടിൽ കലാപം പൊട്ടിപ്പുറപ്പെട്ടെ അങ്ങനെ ഒരു അവസ്ഥയിലാണോ? പല അസുഖങ്ങളും പറയുന്നുണ്ട്, ക്യാൻസർ, പ്രോസ്റ്റേറ്റ് ഡിസീസ്, അങ്ങനെ പല കാര്യങ്ങളാണ് പറയുന്നത്. അപ്പം പുട്ടിൻ ഈസ് റണ്ണിങ് ഔട്ട് ഓഫ് ടൈം എന്നാണ് സെലൻസ്കി അവസാനം വിശേഷിപ്പിച്ചത്. പുട്ടിൻ ഈസ് റണ്ണിങ് ഔട്ട് ഓഫ് ടൈം. അപ്പം ഇത് ഉക്രൈനെ ബാധിക്കുന്ന കാര്യം നമുക്കറിയാം, അത് ഡയറക്റ്റായിട്ട് അവർ തമ്മിൽ യുദ്ധത്തിലാണ്. പക്ഷേ ഇന്ത്യക്കുണ്ട് ഒരു കാര്യം, ഇന്ത്യയുടെ ഏറ്റവും അടുത്ത സുഹൃത്താണ്, മോഡിയുടെ മാത്രമല്ല ഇന്ത്യയുടെ തന്നെ സുഹൃത്താണ് പുട്ടിൻ. എല്ലാ ആപത്ഘട്ടത്തിലും ഇന്ത്യക്ക് സഹായമായി വന്നിരിക്കുന്ന ഒരു രാജ്യമാണ് റഷ്യ. അത് ക്രൂഷേവ് ആയിരുന്നാലും ബ്രഷ്നേവ് ആയിരുന്നാലും ഇപ്പോൾ വന്നിരിക്കുന്ന പുട്ടിനായാലും ഇന്ത്യക്ക് സഹായമായി വന്നിട്ടുണ്ട്. എല്ലാ കാലം, ലെനിൻ്റെ കാലം തൊട്ടുണ്ട് ഇന്ത്യ റഷ്യ സൗഹൃദം. ആ സൗഹൃദത്തിന് പല മാനങ്ങളുണ്ട്. പ്രതിരോധ രംഗത്തുണ്ട്, വിദേശ രംഗത്തുണ്ട്. പലപ്പോഴും ഇന്ത്യക്കെതിരായിട്ടുള്ള പാകിസ്ഥാൻ്റെയും മറ്റ് അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ പല യുണൈറ്റഡ് നേഷൻസ് പ്രമേയങ്ങളെയും വീറ്റോ ചെയ്ത് ഇന്ത്യയുടെ സംരക്ഷകരായിട്ട് രംഗത്ത് വന്നിരിക്കുന്നത് റഷ്യയാണ്. അപ്പോൾ റഷ്യയായിട്ടുള്ള ബന്ധത്തിന് എന്തെങ്കിലും തകരാറ് പറ്റുക എന്ന് പറഞ്ഞാൽ അത് ഇന്ത്യയെ കാര്യമായിട്ട് ബാധിക്കും. പിന്നെ രണ്ടാമത്, ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ സപ്ലൈ ചെയ്തിരുന്ന രാജ്യവും റഷ്യയാണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ ഇല്ലാതാവുകയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇപ്പോൾ മോഡി അമേരിക്കയുമായി ട്രേഡ് എഗ്രിമെൻറ്റിലെത്തുകയും അവിടെ നിന്നും എണ്ണ ഇറക്കുമതി ചെയ്യാം, അല്ല റഷ്യൻ എണ്ണയുടെ ഇറക്കുമതി കുറയ്ക്കാമെന്ന് സമ്മതിക്കുകയും ചെയ്യുന്നതിൻ്റെ കാരണങ്ങളിലൊന്ന് ഇത്തരം ആശങ്കകൾ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ മനസ്സിലും മോഡിയുടെ മനസ്സിലും ഉണ്ടായിട്ടുണ്ടോ? പുട്ടിൻ്റെ ഭാവിയെക്കുറിച്ച്, പുട്ടിന് ശേഷം വരുന്ന റഷ്യയെക്കുറിച്ചുള്ള ഉത്കണ്ഠ ഇതുകൊണ്ടായിരിക്കുമെന്നാണ് നമുക്ക് കണക്കാക്കാൻ പറ്റുന്നത്. പക്ഷേ ഇന്ത്യയുടെ ആ നല്ല സുഹൃത്തിനെ ഇപ്പോഴല്ല കൈവിടേണ്ടത്. റഷ്യ എന്തായാലും ഇതുവരെയുള്ള നമ്മുടെ അനുഭവം ഇന്ത്യക്ക് അനുകൂലമായിരുന്നു. റഷ്യയ്ക്കും നമ്മൾ ബലമായി, റഷ്യയുടെ കൂടെ ഉണ്ടായിരുന്ന ഏക ജനാധിപത്യ രാജ്യം, ഇത്രയും ജനസംഖ്യയുള്ള ലോകത്തിലൊരു വലിയ രാജ്യം റഷ്യൻ ചേരിയിൽ ഉണ്ടായിരുന്നത് ഒരുപക്ഷെ ഇന്ത്യ മാത്രമായിരിക്കും. ചൈന റഷ്യയുടെ ശത്രുവായും മിത്രമായും മാറി മാറി കളിക്കും. ചൈന ഒരിക്കലും ഡിപ്പെൻഡബിൾ അല്ല, വിശ്വസിക്കാൻ പറ്റാത്ത നയമാണ് ചൈനയുടെ. പക്ഷേ ഇവിടെ കണ്ടിരിക്കുന്നത് ഈ നയമാണ്. ഇനിയും അമേരിക്കയിൽ ട്രംപിൻ്റെ കാലം തുടരുമ്പോൾ ട്രംപും പുട്ടിനുമായും നല്ല ബന്ധമാണ്. ഏറ്റവും പ്രധാനം, ലോകത്തിൽ ഒരിക്കലും ഉണ്ടാകാത്ത നല്ല ബന്ധം ട്രംപും പുട്ടിനുമാണ്. അതിന് കാരണം ട്രംപ് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഐ ആം എ ട്രേഡർ, എനിക്ക് അമേരിക്കയുടെ ലാഭം മാത്രമേ പ്രശ്നമുള്ളൂ. അപ്പോൾ റഷ്യയുമായിട്ട് ബന്ധപ്പെടുമ്പോഴും ഇന്ത്യയായിട്ട് ബന്ധപ്പെടുമ്പോഴും ചൈനയായിട്ട് ബന്ധപ്പെടും യൂറോപ്യൻ രാജ്യങ്ങളായിട്ട് ബന്ധപ്പെടും അമേരിക്കയ്ക്ക് ലാഭം കിട്ടുന്ന ഏർപ്പാടിന് മാത്രമേ അമേരിക്കയെ പോവുകയുള്ളൂ. അത് സത്യസന്ധമായി പറഞ്ഞിട്ടുണ്ട്. എല്ലാ രാജ്യങ്ങളും ആ നിലപാടെടുക്കുകയും വേണമെന്ന് ഒരു ധ്വനിയുണ്ട് അതിനകത്ത്. അതുകൊണ്ട് തന്നെ ഒരു കാര്യം നമുക്ക് മുൻകൂട്ടി പറയാൻ പറ്റും, പുട്ടിൻ്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ചുള്ള സത്യമായ വിവരം ഇന്ത്യക്കാണ് അറിയാൻ അത്യാവശ്യം. ഒരുപക്ഷെ ഉക്രൈൻ കഴിഞ്ഞാൽ രണ്ടാമത്തെ രാജ്യം ഇന്ത്യ ആയിരിക്കും. ഈ അറിവ് തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ ഭാവിയെക്കുറിച്ച് പ്ലാൻ ചെയ്യാൻ സഹായിക്കും. പുട്ടിന് ശേഷം വരുന്ന ആളാണെന്ന് എന്താണെന്ന് അറിയത്തില്ല. അതൊക്കെ അമേരിക്കക്കാർ US അവരെക്കുറിച്ച് പഠിച്ചിരിക്കും. അതോ പുട്ടിന് വീണ്ടും സജീവമായ രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചു വരാനുള്ള ഒരാരോഗ്യസ്ഥിതി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നന്ദി നിർത്തുന്നു.